പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികളെ കുറിച്ച് തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ വളർത്തുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കൊണ്ട് നമ്മളതിനെ ഇഷ്ടപ്പെടാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പൂച്ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഫ്ലവേഴ്സാണ് ഓർക്കിഡ് ചെടികൾക്ക് ഉണ്ടാവാറുള്ളത്. നമ്മൾ നല്ല രീതിയിലൊന്ന് പരിചരിച്ചാൽ അത്യാവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ സമയാസമയത്ത് അതിന് നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് വരും. പല രീതിയിലുള്ള വളങ്ങളും നമ്മളെ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. ജൈവവളങ്ങൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ രാസവളങ്ങൾ കൊടുക്കാറുണ്ട്. ഈ വേനൽക്കാലത്ത് ഒന്നുകൂടെ നല്ലത് നമ്മുടെ ചെടികൾക്ക് ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കുന്നതാണ്. രാസവളങ്ങൾ കൊടുക്കണ്ട എന്നല്ല, വല്ലപ്പോഴൊക്കെ രാസവളങ്ങളും കൊടുക്കാം. എങ്കിലും കൂടുതലായിട്ട് നല്ലത് ജൈവവളങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ രാസവളങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ജൈവവളങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളെ ഒന്ന് കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾ നിറഞ്ഞു പൂക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ചെടികൾ വെറുതെ ഒന്ന് കെയർ ചെയ്താൽ പോരാ, ചെടികൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിന് വേണ്ട സമയത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കണം. നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്, നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഓർക്കിഡ് ചെടികളിലാണ് പെട്ടെന്ന് ഫ്ലവർ വരിക. ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗ്രോത്തിനുള്ള വളങ്ങൾ കൊടുത്തതിന് ശേഷം ചെടി നല്ല മെച്ചുവേർഡ് ആയിട്ടേ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കാറുള്ളൂ. ചെറിയ ചെടികൾക്ക് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് പൂക്കും, പക്ഷെ ചെടിക്ക് കരുത്തുണ്ടാവില്ല. നമുക്ക് ചെടിയിൽ ഫ്ലവർ മാത്രം പോരാ, ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണം. അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന ഫ്ലവേഴ്സും നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ഫ്ലവേഴ്സോട് കൂടി തന്നെ വിരിഞ്ഞ് നിൽക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെടിയുടെ പ്രായവും അതിൻ്റെ ഗ്രോത്തൊക്കെ നോക്കിയിട്ട് മാത്രം വളങ്ങൾ കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും അറിയുന്ന വളം തന്നെയാണ്, ജൈവവളമല്ല, രാസവളമാണ് കേട്ടോ. ഞാൻ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും വല്ലപ്പോഴൊക്കെ രാസവളങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കാറുള്ള ഒരു രാസവളമാണ് ഇത്. ഇത് ഓർക്കിഡ് ചെടികൾക്ക് മാത്രമല്ല, എല്ലാതരം ഫ്ലവറിങ് പ്ലാന്റ്സിനും ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെടികളിൽ ഗ്രോത്ത് വരാനും നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ചെടിയിൽ പച്ചപ്പ് നിലനിർത്താനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു വളമാണ് ഇത്. നമ്മൾ ഇന്ന് ചെടിക്ക് കൊടുക്കാൻ പോകുന്നത് എപ്സം സാൾട്ടാണ്. എല്ലാവർക്കും അറിയുന്ന വളമാണല്ലോ എപ്സം സാൾട്ട്. നല്ല പഞ്ചസാര തരി പോലെയുള്ള വളമാണ്. സാധാരണ ഞാൻ ഒട്ടുമിക്ക NPK വളങ്ങളും 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്ന അളവിലാണ് ഡൈല്യൂട്ട് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാം, പക്ഷെ ഞാനിത് ഒന്നുകൂടെ നേർപ്പിച്ചിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഡൈല്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു വെള്ളത്തിലേക്കാണ്. ഇത് 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് കേട്ടോ, പക്ഷെ ഇത് 10 ലിറ്റർ വെള്ളമല്ല, ഒരു 8 ലിറ്റർ വെള്ളമൊക്കെ ഇതിലുള്ളൂ. ഈ ടീസ്പൂണ് ചെറിയ ടീസ്പൂൺ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 8 ലിറ്റർ വെള്ളത്തിലേക്ക് 3 ടീസ്പൂണ് എപ്സം സാൾട്ടാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 20 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ നേർപ്പിച്ചിട്ടാണ് ഞാനിത് ചെടികൾക്ക് കൊടുക്കുന്നത്. ഇതുപോലെ നേർപ്പിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നല്ല ചൂടല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേർപ്പിച്ചിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെയാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ 2-3 ഗ്രാമൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്ന ഒരു വളം കൂടെയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്തൊന്നും വെക്കാതിരിക്കുക. പഞ്ചസാര തരി പോലെയുള്ള വളമായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഒന്നുകിൽ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നല്ല രീതിയിൽ ചെടിയുടെ ലീഫിലും തണ്ടിലൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെടി പോട്ടോട് കൂടി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ചെടികൾ മുക്കി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ചെടിയുടെ മീഡിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വളം നന്നായിട്ട് എത്തിക്കോളും. അപ്പോൾ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ മുക്കി വെച്ച് കൊടുക്കുക, അല്ലാത്തവരാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വളം കൊടുക്കുന്ന സമയത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന വളം പകുതി മുക്കാലും പുറത്തേക്ക് ഇതുപോലെ ഒഴുകിപ്പോവും. നിങ്ങൾക്കിത് കണ്ടാൽ അറിയാൻ പറ്റും. ഒരുപാട് വളം വെറുതെ പുറത്തേക്ക് വേസ്റ്റായി പോവുകയാണ്. പക്ഷേ നമ്മൾ മുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് വളം പുറത്തേക്ക് പോകുന്നത് തടയാൻ പറ്റും. മാത്രമല്ല ചെടിയുടെ മീഡിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വളം എത്താൻ അത് സഹായിക്കും ചെയ്യും. അപ്പോൾ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ, സമയമുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ മുക്കി വെച്ച് കൊടുക്കുക.
ഒരുപാട് ചെടികളൊക്കെ ഉള്ളവർക്ക് മുക്കി വെച്ച് കൊടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഞാൻ സമയമുള്ളപ്പോൾ ഒക്കെ മുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങളെ സമയത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാൻ ഈ ഒരു വളം സഹായിക്കും. നമ്മളെ ചെടികളിൽ നല്ല രീതിയിൽ പച്ചപ്പ് നിലനിർത്താനൊക്കെ ഈ ഒരു എപ്സം സാൾട്ട് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ചെടികൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ വളം കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേനൽക്കാലം ആയതുകൊണ്ട് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് കൂടുതലും ജൈവവളങ്ങളാണ് കൊടുക്കുക. അപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഇതുപോലെയുള്ള രാസവളങ്ങൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൂടുതലും ജൈവവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ജൈവവളങ്ങൾ നമുക്ക് ഒരു ചിലവുമില്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുണ്ട്. ഒരുപാട് വീഡിയോകൾ ഞാൻ അതിൻ്റെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഈ ഒരു എപ്സം സാൾട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ചെടികൾക്ക് കൊടുക്കരുത്. കൂടുതലും ജൈവവളങ്ങൾ കൊടുക്കുക. 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു തവണയൊക്കെ ഇതുപോലെ എപ്സം സാൾട്ടോ അല്ലെങ്കിൽ NPKയുടെ 19-19 എന്ന് പറയുന്ന വളമോ അങ്ങനെ ഏതെങ്കിലും രാസവളങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഇന്ന് ഞാൻ ചെടികൾക്ക് വളം കൊടുത്തിട്ടുള്ളത്. ചെടികൾ നന്നായിട്ട് ഗ്രോത്ത് വരാനും നമ്മുടെ ചെടികളിൽ ഇലകളൊക്കെ മഞ്ഞളിച്ചൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഈ ഒരു വളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ നല്ല ഗ്രീൻ കളറിലൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെടികൾക്ക് ഗ്രോത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ് ഇത്. പക്ഷേ ഇതുപോലെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമ്മൾ ഇത് അധികം കൊടുക്കണ്ട, വല്ലപ്പോഴും മാത്രം കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ചെടികൾ 2 നേരം നനച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ചെടികൾ നന്നായിട്ട് നമുക്ക് ഗ്രോത്ത് വരും ചെയ്യും, നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.